ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ്. മേഘ വലിയ ഓഫീസറെ കാണാൻ വേണ്ടി പോവാണ്. പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് എന്നിട്ട് കരഞ്ഞ് പറയാണ്. അപ്പോൾ സാറ് പറയാണ്, പറയും മാഡം, എന്താ പ്രശ്നം? അപ്പോൾ മേഘയുടെ കയ്യിലുണ്ടായിരുന്ന എഴുതി വെച്ച ആ കടലാസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. പിന്നെ മേഘ സാറിൻ്റെ അടുത്ത് പറയാണ്, ഇങ്ങനെയാണ് സംഭവം എന്ന് ഉണ്ടായ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തോട് പറയാണ്. അവിടെ ബാറിൽ വെച്ച് നന്നായിട്ട് മദ്യപിച്ചതും അവിടെ വീണ് കിടന്ന് കരഞ്ഞ്. അപ്പോൾ അതിനുശേഷം ആ ബാറിൻ്റെ മാനേജർ എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി സിധുവിനെ വിളിച്ചതും സിധു അവിടെ നിന്നും എടുത്തു കൊണ്ടുപോയി വീട്ടിൽ കിടത്തിയതും ഒക്കെ പറയാണ്. അത് കഴിഞ്ഞ് നേരെ ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യവും, നിങ്ങളുടെ ടെസ്റ്റ് റിസൾട്ട് പ്രകാരം നിങ്ങൾ കൺഫേമായി, നിങ്ങൾ 60 ദിവസം പ്രായമുള്ള കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുകയാണ്. എന്നിട്ട് നേരെ മഹേന്ദ്രൻ്റെ വീട്ടിൽ പോയി. എന്നിട്ട് പറയാണ്, ഞാനിപ്പോൾ ഗർഭിണിയാണ്. സിദ്ധാർത്ഥ്, ഇവനാണ് എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി. ഇനി ഒരിക്കൽ കൂടി നീ അങ്ങനെ പറഞ്ഞാൽ സിദ്ധുവിന് ദേഷ്യം വരുന്നതും അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുന്നതും അതേപോലെ തന്നെ അവിടെ നിന്ന് മറ്റുള്ളവരൊക്കെ ചേർന്ന് മേഘയെ പുറത്താക്കുന്നതും ഒക്കെ ആ പോലീസിൻ്റെ അടുത്ത് പറയാണ്. ഫസ്റ്റ് കണ്ട പോലീസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതും പറയാണ്. നിങ്ങളുടെ സംസാരവും അവരുടെ സംസാരവും കേട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ സംസാരം അവർ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ ഗർഭത്തിന് ഉത്തരവാദി അവരാണെന്ന് നിങ്ങൾ എങ്ങനെ പറയുക? സംശയിച്ച് പറയല്ലേ? അപ്പോൾ നിങ്ങളും അവരുടെ ഫേവറായിരിക്കുന്നു. നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് അവരുടെ ഫേവറായിട്ട് സംസാരിക്കണോ? മാഡം, അവർ തെറ്റ് ചെയ്തു എന്നുള്ളതിന് ഒരു തെളിവുമില്ല. നിങ്ങളുടെ കുഞ്ഞ് പിറക്കുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. സംഭവം നടന്ന അന്ന് സിദ്ധു എൻ്റെ കൂടെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതിന് വീഡിയോ തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് മേഘ ഫോൺ ഓണാക്കിയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അതിൽ സാറ് കാണുകയാണ് മേഘ വീണ് കിടന്നിടത്തു നിന്ന് സിദ്ധു എടുത്തുകൊണ്ട് പോകുന്നതും അതേപോലെ തന്നെ കാറിൽ കയറ്റി വീട്ടിലെത്തിച്ച് വീട്ടിലേക്ക് കട്ടിൽ കൊണ്ടുപോയി കിടത്തുന്നതും ഒക്കെ സാറ് കാണുകയാണ്. ഇതാ മാഡം, ശരി, നിങ്ങളുടെ കംപ്ലൈൻറ്റിന് ആക്ഷൻ എടുക്കാം. നിങ്ങൾ പോയിക്കോളൂ. ഒരുപാട് നന്ദിയുണ്ട് സാർ. സിദ്ധു എന്നെ പറ്റിച്ച് ചന്ദ്രികയെ വിവാഹം കഴിക്കാൻ പാടില്ല സാർ. ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കി തരണം സാർ. മാഡം, നിങ്ങൾ പോയിക്കോളൂ, ഇത് ഞാൻ നോക്കിക്കോളാം. ശരി സാർ. പിന്നെ കാണിക്കുന്നത് മനീഷിനെയാണ്. മനീഷ് അവിടെ മഹേഷ് കെട്ടിയിൽ തന്നെയാണുള്ളത്. എന്നിട്ട് അവിടെ നിന്നും ഓരോ കാര്യങ്ങളും ചിന്തിക്കുകയാണ്. അതായത് മേഘ കൊടുത്ത കംപ്ലൈൻറ്റും അതേപോലെ തന്നെ മേഘ മീഡിയക്കാരോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ഇതാണ് സിദ്ധാർത്ഥ്, ഇയാളാണ് എൻ്റെ ഗർഭത്തിന് ഉത്തരവാദി. എൻ്റെ വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി എന്നോട് സിദ്ധാർത്ഥ് മോശമായിട്ട് പെരുമാറി. സിദ്ധുവിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുക. മീഡിയക്കാർ പറയുന്നത്, ബോധമില്ലാത്ത മേഘയെ നിങ്ങൾ എന്താ ചെയ്തത്? എന്താ സാറാ സമയം ശരിയായിട്ട് യൂട്ടിലൈസ് ചെയ്തിരിക്കും. മനീഷ് അതൊക്കെ ഓർത്ത് അതിനുശേഷം പറയാണ്, മേഘ, നിൻ്റെ ഗർഭത്തിന് ഉത്തരവാദി ഞാനാണെന്ന് അത് നിന്നോട് എപ്പോൾ പറയും എന്നെനിക്കറിയില്ല. ഇതിനു മുമ്പേ മഹേഷ് എന്നെ കൊല്ലുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. മഹേഷ് ചന്ദ്രികയെ സ്വന്തമാക്കാൻ വേണ്ടി നീ പറഞ്ഞ കള്ളങ്ങളൊക്കെ സത്യമാക്കാൻ ശ്രമിക്കുക. സിദ്ധു സാറിനെയും ചന്ദ്രികയെയും പിരിക്കാൻ വേണ്ടി ഈ മഹേഷ് എന്നെ കൊല്ലാൻ പോലും മടിക്കില്ല. മഹേഷിൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എനിക്ക് മരിക്കാൻ ഒരു മടിയുമില്ല. പക്ഷേ അതിനു മുമ്പ് നിൻ്റെ ഗർഭത്തിന് ഉത്തരവാദി ഞാനാണെന്ന് നിന്നെ അറിയിച്ചേ മതിയാവൂ. അതേപോലെ സിദ്ധു സാർ നിരപരാധിയാണെന്നുള്ള കാര്യവും എനിക്ക് ലോകത്തോട് വിളിച്ചു പറയണം. മഹേഷ് നല്ലവനാണെന്ന സിദ്ധു സാർ വിശ്വസിച്ചിരിക്കുന്നത്. അവൻ്റെ മുഖംമൂടി വലിച്ചു കീറി എനിക്ക് അവൻ്റെ യഥാർത്ഥ മുഖം സിദ്ധു സാറിന് കാണിച്ചു കൊടുക്കണം. അതേസമയം മഹേന്ദ്ര സാറിൻ്റെ വീട്ടിൽ എല്ലാവരും പട്ടുസാരിയും ഗാഞ്ചീപുര സാരിയും ഒക്കെ സെലക്ട് ചെയ്യാണ്. സാരി കൊണ്ടുവരുന്ന സാരിയും കൊണ്ടുവന്നപ്പോൾ അവരെല്ലാവരും വട്ടമിട്ടിരുന്ന് സാരി സെലക്ട് ചെയ്യാണ്. ഓരോരുത്തരും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുകയാണ്. ഭാരതി അതിൽ നിന്നും ഒരു സാരി എടുത്ത് വെച്ച് നോക്കുകയാണ്. അപ്പോൾ ആകാശ് പറയാണ്, കുഴപ്പമില്ല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, ഇതെനിക്ക് വേണ്ട. ജാനകി ചന്ദ്രികയുടെ മൈലാഞ്ചി ചടങ്ങിന്, പിന്നെ ശാന്തി മുഹൂർത്തത്തിന്, പിന്നെ മഞ്ഞ കല്യാണത്തിൻ്റെ അന്ന് അതിനൊക്കെയുള്ള സാരി സെലക്ട് ചെയ്യണം. എല്ലാത്തിനും പട്ട് സാരി സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ജാനകി അത് കേട്ടിട്ട് ആരതി അത് കേട്ടിട്ട് പറയാണ്, അതെന്താ ചന്ദ്രിക ചേച്ചിക്ക് മാത്രമേ പട്ട് സാരി എടുത്തു കൊടുക്കുകയുള്ളൂ, നമുക്കൊന്നും എടുത്തു തരില്ല. ആരതിയുടെ സംസാരം കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്ര സാർ പറയാണ്, നിനക്കില്ലാതെ പിന്നെ നിനക്ക് എത്ര വേണമെങ്കിലും എടുത്തോ. ഫംഗ്ഷൻ ചന്ദ്രികയുടേതാണ്, എന്നാലും നിങ്ങൾക്ക് ഏതൊക്കെ സെലക്ഷൻ ഇഷ്ടപ്പെട്ടോ അതൊക്കെ നിങ്ങൾ വാങ്ങിച്ചോ. അതാണ് ഞങ്ങളുടെ അങ്കിള്, കണ്ടോ? ശരി. പിന്നെ ലക്ഷ്മി ഒരു സാരി എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് പറയാണ്, ചന്ദ്രികയെ, ഇത് നന്നായിട്ടുണ്ടോ നോക്ക്.
മഞ്ഞൾ ചടങ്ങിന് ഇത് സെലക്ട് ചെയ്യാൻ പറ്റുമോ ജാനകി? ഓക്കെ മോളെ, അതിങ്ങെടുത്തേ ആ സാരി എന്ന് പറഞ്ഞ് ജാനകി വേറൊരു സാരി എടുത്ത് നോക്കാണ്. കൊള്ളാം, എന്നാലും ചന്ദ്രികയ്ക്ക് ഈ സാരിയേക്കാൾ നന്നായിട്ട് ആ സാരി ആയിരിക്കും ചേരുന്നത്. ഇതാണോ? ആ അത് തന്നെ, അതിങ്ങെടുക്ക്. ജാനകി നല്ല ചുവപ്പ് കളറുള്ള ഒരു പട്ടുസാരി സെലക്ട് ചെയ്തിട്ട് പറയാണ്, ഈ സാരി ചന്ദ്രികയ്ക്ക് നന്നായി ചേരും. ചന്ദ്രികയെ ഇതൊന്ന് വെച്ച് നോക്കിയേ. ജാനകി, അതേ ജാനകി, വളരെ നന്നായിട്ടുണ്ട് ഈ സാരി. അപ്പോൾ സിദ്ധു ഒരു സാരി അതിൽ നിന്നും സെലക്ട് ചെയ്യാണ്. ചന്ദ്രികയെ, നിനക്കിഷ്ടപ്പെട്ടോ? ആ ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ചന്ദ്രിക പറയാണ്, അമ്മേ സിദ്ധു സാറിന് ഇഷ്ടമായെന്ന് ചോദിക്കുമോ? മോനെ, അവൾ സെലക്ട് ചെയ്ത സാരി നിനക്ക് ഇഷ്ടപ്പെട്ടോ? സിദ്ധുവിൻ്റെ കയ്യിലുള്ള സാരി കാണിച്ചിട്ട് പറയാണ്, അത് അമ്മേ, നിങ്ങൾ എടുത്ത സാരിയേക്കാളും എനിക്ക് തോന്നുന്നത് ഈ സാരി കുറച്ചുകൂടി നന്നായിട്ട് ചേരും എന്നാണ് തോന്നുന്നത്. ചന്ദ്രിക ചന്ദ്രിക ചോദിക്കുക, സാറിന് ഇത് ഇഷ്ടമായോ? എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചന്ദ്രിക പറയാണ്, അപ്പം എനിക്കും ഇത് ഇഷ്ടമായി. ആ അഭിപ്രായം കേട്ട് എല്ലാവരും പരസ്പരം ചിരിക്കുകയാണ്. മുത്തശ്ശൻ പറയാണ്, സിദ്ധു എന്തെടുത്ത് കൊടുത്താലും ചന്ദ്രികയ്ക്ക് ഇഷ്ടമാണെന്ന്. മുത്തശ്ശൻ അതും പറഞ്ഞ് ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഭാര്യ ഭർത്താക്കന്മാരായാൽ ഇങ്ങനെ വേണം. ഭർത്താവ് എടുത്തു കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് നല്ലതാണെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വാങ്ങണം. ഒക്കെ കേട്ട് ആകാശ് ആരതിയോട് പറയാണ്, ആരതി, നീ ഒരുത്തിയുണ്ടല്ലോ, എന്തെടുത്ത് തന്നാലും ഇഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമേ പറയൂ. ചന്ദ്രിക ചേച്ചിയെ കണ്ട് ഇതൊക്കെ പഠിക്ക്. ആരതി ദേഷ്യത്തോടെ ആകാശിനെ ഒന്ന് അടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, നല്ലതല്ലെങ്കിൽ നല്ലതല്ല എന്ന് തന്നെ പറയും. സിദ്ധു എടുത്തത് ശരിക്കും നന്നായിട്ടുണ്ട്, അതുകൊണ്ടാണ് ചന്ദ്രിക ചേച്ചി നല്ലതാണെന്ന് പറഞ്ഞത്. നിന്നെക്കൊണ്ട് എൻ്റെ ഏട്ടൻ സെലക്ട് ചെയ്തതുപോലെയൊന്നും സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആകാശ് സിദ്ധുവിനോട് ചോദിക്കുകയാണ്, അല്ല അളിയ, സാരിയൊക്കെ സെലക്ട് ചെയ്യാൻ ഏത് കോളേജിലാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഒന്ന് പറഞ്ഞു തരുമായിരുന്നെങ്കിൽ ഞാനും ആ കോളേജിൽ പോയി പഠിക്കാമായിരുന്നു. ഫൈലാവും കേട്ട് എല്ലാവരും ചിരിക്കുകയാണ്. ആരതി, നിങ്ങൾക്കിഷ്ടപ്പെട്ടതെല്ലാം എടുത്തോളൂ. അമ്മയ്ക്കിത് ഇഷ്ടമാണോ? ലക്ഷ്മി മഹേന്ദ്രൻ സാറിനോട് ചോദിക്കുകയാണ്, ഏട്ടാ ഈ സാരി നന്നായിട്ടുണ്ടോ? ഓ വളരെ നന്നായിട്ടുണ്ട്. ഓ അപ്പോൾ ഈ സാരി തന്നെ ഞാൻ എടുക്കാം. അങ്ങനെ സാരി സെലക്ട് ചെയ്യാണ് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട സാരി. അപ്പോൾ സിദ്ധു പറയാണ്, അതേ നല്ല സാരി തന്നെ, അതേ കളർ തന്നെയാണ് ആൻറ്റി എടുത്തത്, അമ്മയും അതേ കളർ തന്നെ എടുത്തോ. ആരതി ആകാശിനോട് ചോദിക്കുകയാണ്, ഈ സാരി എനിക്ക് ചേരുമോ? അടിപൊളിയായിരിക്കും. നീ സാധാരണ സാരി ഉടുത്താൽ തന്നെ നല്ല അടിപൊളിയല്ലേ? പട്ട് സാരി ഉടുത്താൽ പിന്നെയുള്ള കാര്യം പറയാനുണ്ടോ? സൂപ്പറായിരിക്കും, സുന്ദരിയായിരിക്കും. ഓ മതി. പിന്നെ എല്ലാവരും അതിൽ സന്തോഷിച്ച് തൃപ്തിയാകാണ്. ലക്ഷ്മി പറയാ, ആകാശ്, നീ ആരതിയെ നന്നായിട്ട് സുഖപ്പെടുന്നുണ്ടല്ലോ. അങ്ങനെ എല്ലാവരും സാരി എടുത്ത് സെലക്ട് ചെയ്ത് ഓരോരുത്തരും അത് എടുത്ത് അതിനുശേഷം ഓരോരുത്തരും പ്രത്യേകം നോക്കുകയാണ്. എന്തായാലും കൊള്ളാം, സിദ്ധു പറയാണ്. അപ്പോഴാണ് 2-3 പോലീസുകാർ അകത്തേക്ക് വന്നത്. മഹേന്ദ്രൻ സാറിന് അറിയുന്ന ആൾക്കാർ തന്നെയായിരുന്നു. കമ്മീഷണർ അതിൽ നിന്നും വിളിക്കുകയാണ്, മിസ്റ്റർ മഹേന്ദ്രൻ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, മഹേന്ദ്ര, എന്താ കമ്മീഷണർ വന്നിരിക്കുന്നത്? വരൂ സാർ. മഹേന്ദ്രൻ അവരെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്. വരൂ സാർ, ഇരിക്കൂ സാർ. സുഖമായിരിക്കുന്നു? എനിക്ക് സുഖമാണ്. നിങ്ങൾ 2 പേരും പുറത്ത് വെയിറ്റ് ചെയ്യ്, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഓക്കെ സാർ. വരൂ സാർ, ഇരിക്കൂ സാർ, ഇരിക്കൂ. പിന്നെ കമ്മീഷണർ പറയാണ്, സാറും ഇരിക്കൂ. അങ്ങനെ എല്ലാവരും അവിടെ ഇരുന്നു. മഹേന്ദ്രൻ ചോദിക്കുകയാണ്, എന്താ സാർ ഇത്രയും ദൂരം വന്നത്? ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അതെ, മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഓഫീസിലേക്ക് വരാൻ വേണ്ടി വിളിക്കുമായിരുന്നു. നിങ്ങളായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വരാമെന്ന് വിചാരിച്ചു. പറയണം സാർ, എന്താ കാര്യം? മഹേന്ദ്രൻ സാർ, ഇന്നലെ മേഘ എൻ്റെ ഓഫീസിലേക്ക് വന്നിരുന്നു. സിദ്ധാർത്ഥ് അവരെ റേപ്പ് ചെയ്തതായിട്ടും അതുകൊണ്ടാണ് അവൾ ഗർഭിണിയായത് എന്നും അവൾ എനിക്ക് കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. തെളിവുകളില്ലാതെ സിദ്ധാർത്ഥിൻ്റെ മേൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ എൻ്റെ കംപ്ലൈൻറ്റിൻ്റെ പുറത്ത് നിങ്ങൾ ആക്ഷൻ എടുത്തില്ലെങ്കിൽ എൻ്റെ മരണത്തിന് മഹേന്ദ്രൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും കാരണക്കാരാണെന്ന് ഞാൻ ലെറ്റർ എഴുതി വെച്ചിട്ട് മരിക്കും എന്നവൾ പറഞ്ഞു. അത് കേട്ട് എല്ലാവരും വിഷമത്തോടെ പരസ്പരം നോക്കുകയാണ്. പിന്നെ മീഡിയ നിങ്ങളെ വെറുതെ വിടില്ലെന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. സാർ, മേഘയുടെ ഭീഷണിയൊന്നും സാറ് സീരിയസ് ആയിട്ട് എടുക്കണ്ട. അവൾ ഫ്രോഡാണ് സാർ. സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടി അവൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുകയാണ് സാർ. മേഘ ക്ലബിലും ഡ്രസ്സിലും മറ്റും പല സ്ഥലങ്ങളിലായിട്ട് അവളുടെ ഗർഭത്തിന് ഉത്തരവാദി സിദ്ധുവാണെന്ന് പറഞ്ഞിരിക്കുന്നു. മേഘ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ എല്ലാവരെയും അത് ബാധിക്കും. എന്തുകൊണ്ടെന്നാൽ സെൻസിറ്റീവായ കാര്യമാണിത്. സിദ്ധാർത്ഥ് തെറ്റ് ചെയ്തിട്ടില്ലെന്നും മേഘയുടെ കുറ്റാരോപണം കള്ളമാണെന്നും നിങ്ങൾ തെളിയിക്കേണ്ടി വരും. അപ്പോഴേ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കൂ.
മുത്തശ്ശൻ ചോദിക്കുകയാണ്, ഇപ്പോൾ എന്താണ് സാർ പറഞ്ഞു വരുന്നത്? മേഘയുടെ ഗർഭത്തിന് സിദ്ധാർത്ഥ് ഉത്തരവാദിയല്ലെന്ന് തെളിയിക്കുന്നതുവരെ നിങ്ങൾ സിദ്ധാർത്ഥിൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം നീട്ടിവെച്ചേ പറ്റൂ. ഒരുപക്ഷെ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം നടന്നാൽ മേഘ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചാലോ? അതിനുശേഷം സിദ്ധുവിനെയും ചന്ദ്രികയ്ക്കും എതിരെ ആവശ്യമില്ലാതെ എനിക്ക് കേസ് ഫയൽ ചെയ്യേണ്ടി വരും. ഈ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം മാറ്റിവെച്ചേ പറ്റൂ. ഇതാണ് എനിക്കറിയാവുന്ന ഒരേ ഒരു വഴി. പിന്നെ മഹേന്ദ്രൻ സാർ ചോദിക്കുകയാണ്, മേഘയെ പേടിച്ച് സിദ്ധുവിൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം മാറ്റിവെക്കണോ സാർ? വേറെ വഴിയില്ല സാർ. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, സാർ ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത്. മേഘയെ പേടിച്ചൊന്നും ഞങ്ങൾക്ക് ഈ വിവാഹം നീട്ടിവെക്കാനേ കഴിയില്ല. ഈ കല്യാണം തീർച്ചയായും നടത്തിയേ പറ്റൂ. മേഘ ഒരുപക്ഷെ സൂയിസൈഡ് ചെയ്താലോ എനിക്ക് സിദ്ധുവിനും ചന്ദ്രികയ്ക്കുമെതിരെ കേസെടുത്തേ മതിയാവും. സാർ മേഘ ആത്മഹത്യ ഒന്നും ചെയ്യില്ല സാർ. അവൾ പറ്റുമെങ്കിൽ ഞങ്ങളെ കൊല്ലും, അത്രയേ അവൾ ചെയ്യുള്ളൂ. അവളായിട്ട് മരിക്കൊന്നുമില്ല സാർ. ഞങ്ങളെ ഭയപ്പെടുത്തി ഈ കല്യാണം നടത്താതിരിക്കാൻ വേണ്ടിയാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. പറയേണ്ടത് എൻ്റെ കടമയാണ്. സൊസൈറ്റിയിൽ നിങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. നാളെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മേഘ കാരണം നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരും ശിക്ഷിക്കപ്പെടും. അതാലോചിച്ച് വേണം ഒരു തീരുമാനമെടുക്കാൻ. കമ്മീഷണർ എണീറ്റു. ശരി സാർ, ഞാൻ ഇറങ്ങട്ടെ. ഏട്ടാ, എന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്? മേഘ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ സിദ്ധുവിനും ചന്ദ്രികയ്ക്കുമെതിരെ കേസെടുക്കും എന്ന് പറയുന്നു. ഏട്ടാ, അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. അങ്ങനെയൊന്നും നടക്കില്ല ലക്ഷ്മി, നീ പേടിക്കാതിരിക്കുക. എന്താ ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്തിയാൽ ഈ കല്യാണം നിർത്തിവെക്കും എന്ന് മേഘയ്ക്കറിയാം. നമ്മൾ എങ്ങനെയെങ്കിലും ഈ കല്യാണം നടത്തും. സിദ്ധു, മോൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മേഘ വിചാരിച്ചാൽ ഞങ്ങൾക്കെതിരെ ഒരു കാര്യവും അവൾക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ വിവാഹം ഈ മുത്തശ്ശൻ പറഞ്ഞതുപോലെ നടത്തും. പിന്നെ അതിനുശേഷം സിദ്ധു വീട്ടിൻ്റെ മുകളിൽ ടെറസിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമത്തോടെ നടക്കുകയാണ്. സിദ്ധു ഓരോന്നും ആലോചിച്ച് നടക്കുന്നതിനിടയിൽ കാണുകയാണ് മേഘ ഒരു കവറുമായിട്ട് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ സിദ്ധു പെട്ടെന്ന് തന്നെ പറയാണ്, മേഘ ഒന്നവിടെ നിന്നേ. എന്നിട്ട് സിദ്ധു അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്, ഏയ് എന്താ നീ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നേ? കമ്മീഷണർ ഓഫീസിൽ പോയി നീ എന്തോ ആത്മഹത്യ ഭീഷണിയൊക്കെ മുഴക്കിയെന്ന് കേട്ടല്ലോ. എൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം നിർത്തിവെക്കണം എന്ന് നീ പറഞ്ഞു അല്ലേ? അതേ, നീ എവിടെ പോയി പറഞ്ഞാലും ശരി, എൻ്റെയും ചന്ദ്രികയുടെയും വിവാഹം മുടക്കാൻ നിന്നെക്കൊണ്ട് കഴിയില്ല. മേഘ പെട്ടെന്ന് പറയാണ്, നിന്നെക്കൊണ്ട് ചന്ദ്രികയുടെ കഴുത്തിൽ താലി കെട്ടാൻ സാധിക്കില്ല. ഏയ്, എന്താ നിന്റെ പ്രശ്നം? നിനക്കെന്താ പറ്റിയത്? നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല എന്ന് നിനക്കറിയണം, അത്രയല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം, വാ. ഏയ് സിദ്ധു, വാ ഇങ്ങോട്ട്. വരാനല്ലേ പറഞ്ഞേ? എൻ്റെ കയ്യിൽ നിന്ന് വിട്. എങ്ങോട്ടാണ് നീ എന്നെ കൊണ്ടുപോകുന്നത്? വേറെ എങ്ങോട്ട്? ഹോസ്പിറ്റലിലേക്ക് തന്നെ. DNA ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് നിനക്കറിയാൻ കഴിയുമല്ലോ. വാടി ഇങ്ങോട്ട്. ഏയ്, കൈവിട്. വിടാനാ പറഞ്ഞത്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരില്ല. വാ ഇങ്ങോട്ട്. കൈന്ന് വിടാനല്ല പറഞ്ഞത്. ഏയ്, എന്താടി, നിന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്നറിയുന്നുള്ള പേടി കൊണ്ടാണോ? ഏയ്, അതുകൊണ്ടൊന്നും പേടിച്ച് നടക്കുന്നതല്ല ഞാൻ. കുഞ്ഞിന് വയറ്റിലിരിക്കുന്ന സമയത്ത് DNA ടെസ്റ്റ് എടുക്കാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എടുത്താൽ കുഞ്ഞിൻ്റെ ജീവന് തന്നെ ആപത്താണെന്ന്. അതുകൊണ്ടാണ് ഞാൻ DNA ടെസ്റ്റ് എടുക്കാൻ വേണ്ടി വരില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ അത് കേട്ടപ്പോൾ സിദ്ധു മേഘയെ പുകയോടെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത്, മലർ, വീട്ടിലാരെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ? സിദ്ധു, എൻ്റെ അമ്മയെ എൻ്റെ അടുത്ത് നിന്ന് അകറ്റുവാണോ? എന്താ മോളെ ഇങ്ങനെ പറയുന്നത്? ഞാൻ, നീ, അമ്മ, ഞങ്ങൾ 3 പേരും സന്തോഷത്തോടെ നിൽക്കില്ലേ? ഞങ്ങൾ ഒരുമിച്ച് തന്നെ കഴിയും. പിന്നെ സിദ്ധു മലറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രത്യേക വേഷമൊക്കെ ധരിച്ചിട്ട് ഡാൻസൊക്കെ കളിച്ചു കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.